ർക്ക് വരെ ഒരു 10-30 ദിവസം മുമ്പ് അറിയാം എത്ര ആൾ കുറയാൻ പോകുന്നത്. പക്ഷെ അവർക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്കും ആ പ്രൈസ് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഓൾറെഡി പർച്ചേസിംഗ് ഒക്കെ ആ സമയത്ത് അങ്ങനെ തന്നെ എടുത്തു. പിന്നെ ഇപ്പം നമ്മൾ ചോദിക്കുന്നത് 15,20,000 രൂപ. 15-20 ഇപ്പം ചോദിക്കുന്നത്. പുതിയ വണ്ടിക്ക് 33 വരുന്നുണ്ട്. ഇത് അന്ന് ഇറങ്ങുമ്പോൾ തന്നെ 28 ലക്ഷം വരുന്നുണ്ട്. അതെ. ഓക്കെ. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ഇത് നമുക്ക് ഫുൾ ലോൺ കൊടുക്കാൻ ഫുൾ ലോൺ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? പെട്രോൾ അല്ല, ഡീസൽ IMT അല്ലേ? സോറി, ഡീസൽ IMT ആണ്. മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്ന വാഹനം. ഇപ്പൊ വാറണ്ടി എത്ര വരെ ഉണ്ടാവും? 2026 7 മാസം വരെ വാറണ്ടി ഉണ്ട്. അപ്പൊ ഏകദേശം 10 ലക്ഷത്തിന്റെ അടുത്ത് മാറ്റം വന്നിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന്. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്തോളാം. 10 ലക്ഷം കറക്റ്റ് കുറച്ച് കൊടുത്ത് 15,86 ഞാൻ കൊടുക്കാം. സ്വാഗതം. ഓക്കെ, അപ്പോൾ ക്യാബ്സ് കാസറാണ് നമ്മളുള്ളത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മാങ്കാവ് തിരുവണ്ണൂരാണ്. അതായത് മാങ്കാവ് മീൻചന്ത ബൈപ്പാസിൽ സെൻറ്ററായിട്ട് വരും അല്ലേ? തിരുവണ്ണൂർ. അറിയാലോ, മോഡൽ കൂടിയ കോമ്പാക്ട് SUV സെഗ്മെന്റ് വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വെക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത് തന്നെയാണ് കാണിക്കുന്നത്. അതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അത് കാണിക്കുന്ന മുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. കാരണം നമ്മുടെ കമന്റ്സിൽ കാണാം ഇവർക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്, എന്തോ കംപ്ലൈന്റ് ഉണ്ടാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് നമ്മൾ ഒരുപാട് അല്ല, അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അതാണ് കസ്റ്റമേഴ്സ് ഉള്ളത്. ഓക്കെ, നമുക്ക് പോകുന്ന സാധനമല്ലേ നമ്മൾ വാങ്ങി വെക്കുള്ളൂ. അതെ, തീർച്ചയായും. ഇവിടെ ഒരിക്കലും മൂവ് ചെയ്യാത്ത ഒരു സാധനം നമ്മൾ വാങ്ങി വെക്കില്ലല്ലോ. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ റീസൺ. അത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ്. കിയ വണ്ടികൾ ഒരുപാട് പുതിയ ഇറങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ്. അതെ, പിന്നെ പുതിയ റേറ്റ് മാറ്റം വന്നു, അത്രയും GST മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ആ റേറ്റും നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. പുതിയ വണ്ടിക്ക് എത്ര വരുന്നുണ്ട് എന്നുള്ള കറക്റ്റ് റേറ്റും ഇപ്പോഴത്തെ ഇവരുടെ റേറ്റും പറഞ്ഞു തന്നിട്ട് വീഡിയോ ചെയ്യുന്നുള്ളൂ. എല്ലാ വീഡിയോയിലും ഇപ്പം നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം അല്ലേ? എല്ലാത്തിനും കുറച്ചിട്ടോ? എല്ലാത്തിനും കുറച്ചിട്ടുണ്ട്. അല്ലാതെ ഓൾറെഡി അതിന് മാർക്കറ്റ് യൂസ്ഡ് കാറിലൊക്കെ ഒരു 1 മന്തിന്റെ അടുത്തായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും അപ്ഡേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് പ്രൈസ് ലിസ്റ്റ് വരെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പർച്ചേസും അങ്ങനെ ആയിരിക്കും. പർച്ചേസിംഗും അങ്ങനെ തന്നെ ഉള്ളൂ. കാരണം പ്രൈസ് ലിസ്റ്റ് ഇപ്പോൾ ന്യൂ കാർസിന്റെ ഷോറൂമാർക്ക് വരെ ഒരു 10-30 ദിവസം മുമ്പ് അറിയാം എത്ര ആൾ കുറയാൻ പോകുന്നത്. പക്ഷെ അവർക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്കും ആ പ്രൈസ് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഓൾറെഡി പർച്ചേസിംഗ് ഒക്കെ ആ സമയത്ത് അങ്ങനെ തന്നെ. ഓക്കെ. എന്തായാലും വാറണ്ടി ഉള്ള വണ്ടികൾ, കമ്പനി വാറണ്ടി ഉള്ള വണ്ടികൾ തന്നെയായിരിക്കും കൂടുതൽ. അതില്ലെങ്കിൽ ഇവരുടെ ഷോറൂം വാറണ്ടി ഉണ്ടാവും, 1 ഇയർ ഉണ്ടാവും, എഞ്ചിനും ഗിയർ ബോക്സിനുമായിട്ട്. ഓക്കെ, എന്തായാലും കണ്ടുപോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. പുതിയ വണ്ടിക്ക് വില കുറഞ്ഞിട്ടുണ്ട്, ഇവിടെയും കുറച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കി തരും എല്ലാ വണ്ടികളിലും. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അല്ലേ? ഓക്കെ. ആദ്യ വാഹനം ഹ്യുണ്ടായി ക്രെറ്റയാണ്. KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വണ്ടി. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ SX ആണ് വണ്ടി വരുന്നത്. പെട്രോള്, മാനുവൽ, വെറും 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. 22 ലോ കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്, 13,000 മാത്രം. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. വാറണ്ടി ഇപ്പോൾ വാറണ്ടി കഴിഞ്ഞില്ല, 12 10 മാസം വരെ. ജസ്റ്റ് കഴിഞ്ഞു 12-ാം തീയതി വരെ. ഇത് 12-ാം തീയതി ആയിട്ടില്ലല്ലോ, ജസ്റ്റ് അല്ല, അപ്പൊ കഴിയാറായി. ജസ്റ്റ് ഉണ്ട്, 5-ാം തീയതി ആയിട്ടുള്ളൂ. 7 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 7 ദിവസം കൂടെ കമ്പനി വാറണ്ടിയിൽ തന്നെ നിൽക്കുകയാണ്, ഷോറൂം വാറണ്ടിയിൽ. അപ്പോൾ എസില് പുഷ്പട്ടൻ കാര്യങ്ങളൊക്കെ വരും അല്ലേ? SX ആണ്. ഫുൾ ഓപ്ഷൻ തന്നെയാണ്. ഇതിന്റെ മുകളിൽ SX ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്ക് വരുമ്പോൾ 6 എയർ ബാഗ്, പിന്നെ സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജർ, അങ്ങനത്തെ ഉള്ളൂ. ബാക്കിയെല്ലാം പനോരമിക് സൺറൂഫ്, പുഷ്പട്ടണ്, സ്റ്റിയറിംഗ് കൺട്രോള്, ക്രൂയിസ് കൺട്രോള്, നല്ല ടയേഴ്സ് ആണ്, എല്ലാം ഉണ്ടാവും. നല്ല ടയേഴ്സ് ആണ്. പറഞ്ഞു ചെയ്യാല്ല, 13,000 ഓടിയിട്ടുള്ളൂ അല്ലേ? അതെ. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. പെട്രോൾ മാനുവൽ SX 2022 13,000 കിലോമീറ്റർ ഓടിയ ക്രെറ്റ. പുതിയ ക്രെറ്റക്ക് ഇപ്പൊ എത്ര ഉണ്ട്? 2025 ഇറങ്ങുന്ന വില 18,50,000 രൂപയാണ്. GST കഴിഞ്ഞിട്ട് 18.5 ലക്ഷമാണ് പുതിയ വണ്ടിക്ക് വരുന്നത്. അപ്പൊ ഇത് 3 വർഷത്തെ പഴക്കമായി. എത്ര കൊടുക്കാം? നമുക്ക് 13.5 ചോദിക്കുന്നുള്ളൂ. ചെറിയ മാറ്റം കൂടിയും കൊടുക്കാം. ചെറിയ മാറ്റം 5 ലക്ഷത്തിന് എന്തായാലും മാറ്റം വന്നു കഴിഞ്ഞു. ഓക്കെ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, 2022 മോഡൽ. അപ്പോൾ പുതിയ വണ്ടിയുടെ ഏകദേശം 5 ലക്ഷം മാറ്റം, 3 വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. പിന്നെ ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? നമുക്കൊരു 85% ലോൺ എന്തായാലും കിട്ടും. ഓക്കെ. ഇപ്പോൾ വാറണ്ടിയിലേക്കാണ്. നിങ്ങൾ ഈ ഒരാഴ്ചക്കുള്ളിൽ എടുക്കുകയാണെങ്കിൽ, 10-ാം തീയതിൻ്റെ എടുക്കുകയാണെങ്കിൽ, 12-ാം തീയതിക്കുള്ളിൽ എടുക്കുകയാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ.
അടുത്തത് അടിപൊളി ഒരു ടാറ്റ സഫാരി 7 സീറ്റർ വാഹനമാണ്. അതെ, നല്ല സേഫ്റ്റി ഉള്ള ഒരു വണ്ടി അല്ലേ? 5 സ്റ്റാർ റേറ്റിംഗ്. ഓടിക്കാൻ നല്ല രസമാണ്. മാനുവൽ ഓട്ടോമാറ്റിക്കാ? ഇത് ഡീസൽ ഓട്ടോമാറ്റിക്. 2021 മോഡൽ XZA+ ഏറ്റവും ഫുൾ ഓപ്ഷനിൽ ഡീസൽ ഓട്ടോമാറ്റിക് 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 21 ഇപ്പോൾ വാറണ്ടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? വാറണ്ടി കഴിഞ്ഞു, എക്സ്റ്റൻഡ് ഒന്നും ചെയ്തിട്ടില്ല, കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഷോറൂം വാറണ്ടി കിട്ടും എന്തായാലും. ഡീസൽ ഓട്ടോമാറ്റിക് മൈലേജ് ഒരു 14-15 ഒക്കെ കിട്ടും. 16-17 കിട്ടും. ലോങ് കിട്ടും റോഡ്. സിറ്റിയിലാണെങ്കിൽ നോർമലി 11-12 കണ്ടാൽ മതി സിറ്റിയിലാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ടാറ്റയുടെ സഫാരി ഇപ്പോഴത്തെ വില, ഇത് അന്നിറങ്ങുമ്പോഴുള്ള വില, നിങ്ങളിപ്പോൾ ചോദിക്കുന്ന വില എന്തോരം വലിയ 3 വില കൂടി പറഞ്ഞോ. ഇത് അന്നത്തെ, അതായത് 2021 റേറ്റ് ഇതിന് 28 ലക്ഷം രൂപയാണ്. ഇന്ന് റേറ്റ് ഇതിന് 33 ലക്ഷം രൂപയാണ്. അതായത് അന്ന് ഇറങ്ങുമ്പോൾ 28 ലക്ഷം ഉണ്ട് XZA+ന്, ഇന്ന് 33 ലക്ഷം. ഇപ്പൊ ഇവര് ചോദിക്കുന്നത് ഇപ്പൊ ഇതിന്റെ ഓപ്ഷനിൽ പേര് മാറിട്ടോ. അന്ന് XZA+ എന്നായിരുന്നു, ഇപ്പൊ അക്കംപ്ലിഷ്ഡ് പേര് മാറ്റി, പക്ഷേ റേറ്റും മാറ്റി. പിന്നെ ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് 15,20,000 രൂപ. 15-20 ഇപ്പൊ ചോദിക്കുന്നത്. പുതിയ വണ്ടിക്ക് 33 വരുന്നുണ്ട്. ഇത് അന്ന് ഇറങ്ങുമ്പോൾ തന്നെ 28 ലക്ഷം വരുന്നുണ്ട്. അതെ, ഓക്കെ. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ഇത് നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ അത്രയും മാറ്റം വന്നിട്ടുണ്ട്. അന്നത്തെ വില തന്നെ അത്രയും മാറ്റം വന്നു കഴിഞ്ഞു അല്ലേ? പ്രൊഫൈലിനനുസരിച്ചിട്ടാണ്. എന്നാലും ഒരു അത്യാവശ്യം ഒരു പ്രൊഫൈലുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു 6 സീറ്റർ വാഹനമാണ്. ഹ്യുണ്ടായ് അൽകാസർ KL 2 കൊല്ലം വണ്ടിയാണ്. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2021 മോഡൽ പ്ലാറ്റിനം ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടോമാറ്റിക് പെട്രോൾ ആണ് വാഹനം വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ്, ഓട്ടോമാറ്റിക് പെട്രോൾ, പ്ലാറ്റിനം അല്ലേ? എന്തൊക്കെ ഫീച്ചേഴ്സ് വരും ഇതിനകത്ത്? പാനോരമിക് സൺറൂഫ്, പുഷ് ബട്ടൺ, അലോയ് വീല്, ടച്ച് സ്ക്രീൻ, ബാക്ക് ക്യാമറ, ഡീഫോഗർ, ഫോഗ് ലാമ്പ്. എന്താ വയർലെസ് ചാർജർ ആണെന്ന് തോന്നുന്നു. സീറ്റ് വെന്റിലേഷൻ ഉണ്ടോ? സീറ്റ് വെന്റിലേഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല, ആ സീറ്റ് വെന്റിലേഷൻ്റെ ഒരു ലുക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 21 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. 80 ഗിയർ ബോക്സ് അല്ലേ വരാ? 80 ഗിയർ ബോക്സ്, ടോർക്ക് കൺവേർട്ടർ. ഓക്കെ, ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, കമ്പനി സർവീസ്. വാറണ്ടി ഇപ്പോൾ കഴിഞ്ഞോ? വാറണ്ടി കഴിഞ്ഞു. നമ്മുടെ ഷോറൂം വാറണ്ടി ഉണ്ടാവും 1 ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനും ഷോറൂം വാറണ്ടി കൊടുക്കുന്നു. ഓക്കെ, 6 സീറ്റർ ആണ്. വേണേ നടുവിൽ ഒരാളെ പിടിച്ചിരിപ്പിച്ചാൽ 7 സീറ്റർ ആവും. ഓക്കെ, സെൻട്രൽ ലോന് 2 സീറ്റ് ഉണ്ടാവും. ക്യാപ്റ്റൻ സീറ്റ് ആണ് അല്ലേ? ഫ്രണ്ടും ബാക്കും. അതിൽ തന്നെ ഇപ്പോൾ ആളുകൾ ഇപ്പോൾ എടുത്തു മാറ്റാൻ പറ്റുന്ന ഒരു സീറ്റ് ഉണ്ട്, അത് വെച്ച് യൂസ് ചെയ്യുന്ന കാണാം. ബ്രേക്ക് ചവിട്ടിയാൽ ഗ്ലാസ് ആള് അല്ലല്ല, അത് കറക്റ്റായിട്ട് അതിൽ ഇറങ്ങി നിൽക്കും, ലോക്കായിട്ട് നിൽക്കും. അതായത് നടുവിലും 3 ആക്കിയിരിക്കാം, ബാക്കിലും 3 ആക്കിയിരിക്കാം. അതൊക്കെ പിന്നെ എന്താണ്, ഓപ്ഷണബിൾ ആണ്. എങ്ങനെയാണ് പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ അടക്കേണ്ടി വരും. സേഫ്റ്റിന്റെ ഭാഗം തന്നെ അടിച്ചു തെറിച്ച് ഗ്ലാസ് എത്തുവാണ്. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കുക ഇത്? ഇതിപ്പോ നമുക്ക് 16 ലക്ഷം രൂപക്ക് കൊടുക്കാൻ പറ്റും. 16 ലക്ഷം. ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനമാണ് 2021. ഇത് പുതിയ എത്ര വരുന്നുണ്ട്? ഏതാ ഓപ്ഷൻ പറഞ്ഞതിന്റെ? പ്ലാറ്റിനം ഓപ്ഷൻ അല്ല, അതായത് ഫുൾ ഓപ്ഷന്റെ തൊട്ട താഴെ. പുതിയ എത്ര വരുന്നുണ്ട്? പുതിയന് ഇനി 25,86,000 രൂപ ഉണ്ട്. 25,86,000. അപ്പൊ ഏകദേശം 10 ലക്ഷത്തിന്റെ അടുത്ത് മാറ്റം വന്നിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന്. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്തോളാം, 10 ലക്ഷം കറക്റ്റ് കുറച്ച് കൊടുത്ത് 15,86,000 ഞാൻ കൊടുക്കാം. ഓക്കെ, അപ്പൊ കുറച്ചത് പിന്നെ കുറച്ച് 10 ലക്ഷം രൂപ. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോളൂ. ഫൈനൽ റേറ്റ് ഏകദേശം മുട്ടിച്ച് പറയുന്നതാണ്. ഇവരുടെ ബാക്കിയുള്ള പ്ലാറ്റ്ഫോം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ OLX ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതേ വണ്ടി അതിൽ റേറ്റ് കൂടുതലായിരിക്കും കാണിച്ചിട്ടുണ്ടാവും അല്ലേ? അത് ഫൈനൽ നെഗോസിയേഷൻ എത്തുമ്പോൾ ആ റേറ്റ്, നമ്മൾ ഈ റേറ്റ് ഇതിൽ മാത്രമേ പറയുന്നുള്ളൂ. ആക്ച്വലി ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതിലാകെ ഇത്രല്ലേ പറയുന്നുള്ളൂ, പിന്നെന്താ ഇന്ന് കുറയ്ക്കാത്തെന്നുള്ള ചോദ്യം വരുന്ന സംഭവം ഉണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോയിലേ പറയുന്നുള്ളൂ. കാരണം ബാക്കി എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മൾ റേറ്റ് ഇതല്ല ആക്ച്വലി, കാരണം ഈ വീഡിയോക്ക് വേണ്ടി നമ്മൾ ഓഫർ ഇടുന്നത്. ഫൈനൽ നെഗോസിയേഷൻ വരുന്നതുകൊണ്ടാണ് കൂട്ടി ചോദിക്കുന്നത്. പക്ഷേ നെഗോസിയേഷനിൽ വരുന്ന റേറ്റ് ആണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. അടുത്ത വണ്ടി ഫോക്സ് വാഗൺ ടൈഗൺ ആണ് അടുത്തത്. KL 7 രജിസ്ട്രേഷൻ, എറണാകുളം രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2023 മോഡൽ കംഫർട്ട് ലൈനിൽ മാനുവൽ ആണ് വണ്ടി വരുന്നത്. പെട്രോൾ കേട്ടോ. കംഫർട്ട് ലൈൻ സ്റ്റാർട്ടിംഗ് ഓപ്ഷൻ അല്ലേ? സ്റ്റാർട്ടിംഗ് ഓപ്ഷൻ ആണ്.
കംഫർട്ട് ലൈന്, ഹൈ ലൈന്, പിന്നെ ടോപ്പ് ലൈന് അങ്ങനെ വരിക. 1 ലിറ്റർ എഞ്ചിൻ അല്ലേ? 1 ലിറ്റർ ടർബോ ആണ് വരാം. ഓക്കെ. പിന്നെ സിംഗിൾ ഓൺഷിപ്പ് 22,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. വാറണ്ടി എത്ര വരിക? 2027 വരെ വാറണ്ടി ഉണ്ട്. 4 വർഷം ഉണ്ട് അല്ലേ? 23 വണ്ടി 27 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. 22,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓൺഷിപ്പ് തന്നെയാണ്. സിംഗിൾ ഓൺഷിപ്പ് തന്നെയാണ്. ഓക്കെ. ഇതും മൈലേജ് ഒരു 15-16 കിട്ടും. 6 ഇഞ്ച് കിട്ടും. 6 ഇഞ്ച് കിട്ടും. ഓട്ടോമാറ്റിക് അല്ലേ? അല്ല, മാനുവൽ. സോറി, മാനുവൽ ആണ്. മാനുവൽ വണ്ടി എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? നമ്മളിപ്പോൾ റേറ്റ് വയ്ക്കുന്നത് 9,80,000 രൂപ. പുതിയ വണ്ടിക്ക് എത്ര ഉണ്ട്? 13,80. GST കഴിഞ്ഞിട്ടുള്ള പുതിയ വില 13,80,000 രൂപയാണ്. കംഫർട്ട് ലൈന്, മാനുവൽ ഓപ്ഷൻ, ടർബോ എഞ്ചിൻ വരുന്ന ഈ ഒരു ടൈഗോണിനുള്ളത്. ഇവരിപ്പോൾ ചോദിക്കുന്നത് 9,80,000. 4 ലക്ഷം രൂപയുടെ മാറ്റമാണ് വന്നിട്ടുള്ളത്. 22,000 കിലോമീറ്റർ വണ്ടി നിലവിൽ ഓടിയിട്ടുണ്ട്. പ്രൈസ് എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാമോ? എന്തെങ്കിലും? ഓൾമോസ്റ്റ് ഇപ്പോൾ ഞാൻ എല്ലാ തവണയും പറയുന്നതാണ്, വീഡിയോസിൽ എപ്പോഴും നമ്മൾ ഏറ്റവും കുറച്ച് റേറ്റാണ് ചോദിക്കാറുള്ളത്. എന്നിരുന്നാലും ഒന്ന് മസിൽ പിടിച്ചേക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ചെറിയ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാം. ഓക്കെ. ലോൺ ഒരു 8 അറേഞ്ച് കിട്ടും. ലോൺ നമുക്ക് ഒരു 8.5 റേഞ്ച് ലോൺ കിട്ടും, സുഖമായിട്ട് കിട്ടും. ഓക്കെ. കിയ കാരൻസ്, കിയയിലൊരു 7 സീറ്റർ വാഹനമാണ്. KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വണ്ടി. ഇത് ടോപ്പിൻ്റെ ലക്ഷറി പ്ലസ് ഏറ്റവും ഫുൾ 2022 12-ാം മാസം വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. വാറണ്ടി ഇപ്പോൾ കഴിഞ്ഞോ? കമ്പനി വാറണ്ടിയിലുള്ള ഇപ്പോൾ 12-ാം മാസം അല്ലേ? 12-ാം മാസം. അതെ, ഡിസംബർ വരെ അണ്ടർ വാറണ്ടിയിൽ. സർവീസ് പാക്കേജും എല്ലാം ഉള്ള വണ്ടിയാട്ടോ. അടുത്ത സർവീസ് ഒക്കെ ഫ്രീ ആണ്. ഓക്കെ. അപ്പോൾ സുഖം എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വാറണ്ടി ഉണ്ട്, സർവീസ് പാക്കേജ് ഉണ്ട്. ഇതിൽ സീറ്റ് വെന്റിലേഷൻ അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. മൈലേജ് ഉണ്ടോ? ഓട്ടോമാറ്റിക് തന്നെ 17-18 റേഞ്ച് സുഖമായിട്ട് മൈലേജ് കിട്ടും. ഡീസൽ ആണെങ്കിലും മെയിൻ്റനൻസ് വളരെ കുറവാണ്. 7,000-8,000 ഒക്കെ ഉണ്ടെങ്കിൽ ഇയർലി സർവീസ് ചെയ്ത് പോകാൻ പറ്റും, കൊണ്ടുപോകാം. തേർഡ് റോ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയും ഇരിക്കാം. വലിയ ആളുകൾക്ക് പോലും ഇരിക്കാം. ഒട്ടും കാലം തട്ടൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പുതിയതിൻ്റെ വില 23,80,000 രൂപ. അന്ന് 22-ൽ വലിയ മാറ്റം ഉണ്ടാവില്ല അല്ലേ? അന്നത്തെ റേറ്റ് ആയിരിക്കും ചിലപ്പോൾ ഇത്. കൂടി 25 റുപ്യൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ GST ഒക്കെ വന്നപ്പോൾ കുറഞ്ഞ് 23,88 അന്ന് കൂടുതലായിരിക്കും. ശരിയാ, GST കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. ഇപ്പൊ എത്ര? 23,88. ഇപ്പോ പുതിയ വില GST കഴിഞ്ഞിട്ടില്ല. ഇതെത്ര കൊടുക്കാം നമുക്ക്? ഇതിപ്പോൾ നമ്മൾ റേറ്റ് വരുന്നത് 16,90,000 രൂപ. 16,90 ഈ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പിൻ്റെ കിയ കാരൻസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. നല്ല മൈലേജിൽ ഇത്രയും ഫീച്ചേഴ്സിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു അടിപൊളി 7 സീറ്റർ വാഹനമാണ്. താല്പര്യം വിളിക്കാം. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? നമുക്കൊരു 85% ലോണും കയറും. കിട്ടില്ല. ഓക്കെ. Volkswagen ടൈഗൂൺ, ഒരു വൈറ്റ് കളർ ടൈഗൂൺ ആണ്. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനം. അനസൈത് എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ ഓട്ടോമാറ്റിക് ഹൈലൈൻ ആണ് വാഹനം വരുന്നത്. 24,000 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 22 മോഡൽ 24,000 സെക്കൻഡ് ഓണർഷിപ്പ്. ടോപ്പ് ലൈനിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ് ഹൈ ലൈൻ. ഓക്കെ. 2026 വരെ വാറണ്ടി ഉണ്ട്, കമ്പനി വാറണ്ടി ഉണ്ട്. ഓക്കെ. കാര്യങ്ങളെല്ലാം ഉണ്ട്. കുഴപ്പമില്ലാത്ത ടയർ ഭാഗം എല്ലാം ഉണ്ട് അല്ലേ? ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഓട്ടോമാറ്റിക്. ഓക്കെ. എത്ര കൊടുക്കാം? ഇതിപ്പോൾ റേറ്റ് വരുന്നത് 11,90,000 രൂപ. ഒരു കസ്റ്റമർ വണ്ടിയാണ്. ഓൾറെഡി നമ്മൾ സംസാരിച്ച് കുറപ്പിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. പുതിയ ഏകദേശം 18-20 ആ റേഞ്ച്. ഓക്കെ. 11,90 ഇപ്പോൾ ചോദിച്ചത്? 11,90. 2022 ഓട്ടോമാറ്റിക് ഹൈലൈൻ 1 ലിറ്റർ ടർബോ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. ഒരു 11 ലക്ഷം ലോൺ കയറും. 11 ലക്ഷം രൂപ ലോൺ കയറും. ചാൻസ് ഉണ്ടല്ലേ? ഓക്കെ. അടുത്ത വണ്ടി ഹ്യുണ്ടായ് അൽക്കസർ KL 55 തിരൂർ രജിസ്ട്രേഷൻ. കഴിഞ്ഞ വീഡിയോയിൽ ആരോ കമന്റ് അടിച്ച് കണ്ടു, ഇതിന് തിരൂർ പറയുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ്. അതെ, എൻ്റെ അടുത്ത് 2 ദിവസം മുമ്പ് വന്നൊരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ രജിസ്ട്രേഷൻ പഠിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ചിട്ട് ഫുള്ളായിട്ടും പഠിച്ചിട്ടില്ല, ഞാൻ പക്ഷെ പറയാൻ നിൽക്കാറില്ല. ഓക്കെ. അപ്പോൾ തിരൂർ വണ്ടി അൽക്കാസർ ഫുൾ ഓപ്ഷൻ ഇത് ടോപ്പൻ്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ സിഗ്നേച്ചർ ഓപ്ഷൻ അല്ല. നമ്മളതിൽ ഇനി ഒരു പ്ലാറ്റിനം വരാണ്ട് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇതിൽ സീറ്റ് വെന്റിലേഷൻ, പനോറമിക് സൺറൂഫ്, വയർലെസ് ചാർജർ, എല്ലാ ഫീച്ചേഴ്സും വരുന്ന 6 or 7 ഇത് 6 സീറ്റർ അല്ല. 6 സീറ്റർ മിഡിൽ റോ ക്യാപ്റ്റൻ സീറ്റ് തന്നെയാണ്. ഓക്കെ. പുറകിൽ 3 വേണം അഡ്ജസ്റ്റ് ആക്കിയിരിക്കാം അല്ലേ? 3 or 2 ഒക്കെ അവരുടെ ഇഷ്ടം. ഓക്കെ. എങ്ങനെയാ മോഡൽ കാര്യങ്ങൾ? ഇത് 2023 10-ാം മാസം വണ്ടിയാണ്. 2026 10-ാം മാസം വരെ വാറണ്ടി ഉള്ള വണ്ടിയാണ്. 26 വരെ 10-ാം മാസം വരെ വാറണ്ടിയിലേക്ക്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഡീസലോ പെട്രോളോ? പെട്രോൾ ഓട്ടോമാറ്റിക്. ഡീസൽ ഇല്ലാന്ന് തോന്നുന്നില്ല. പിന്നെ ഡീസൽ ഉണ്ട്, 22 എന്തായാലും ഉണ്ട്, 23 ഉണ്ടോന്ന് പറഞ്ഞില്ല. ഓക്കെ.
ഉണ്ട്, ഡീസൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പിൻ്റെ വാഹനം 26 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുകയാണ്. കിലോമീറ്റർ പറഞ്ഞു നമ്മൾ പറഞ്ഞു 40,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇത് ആക്ച്വലി നമ്മുടെ അടുത്ത് തന്നെ ഫസ്റ്റ് ഓണർ കഴിഞ്ഞ് സെക്കൻഡ് ഓണർ നമ്മുടെ അടുത്ത് നിന്ന് എടുത്തതാ. അതിപ്പോൾ നമ്മൾ ബൈബാക്ക് നമ്മുടെ ഓഫർ ഉണ്ടല്ലോ, ആ ഓഫറിൽ നമ്മൾ തന്നെ റിട്ടേൺ എടുത്തു. ഓക്കെ, ഒരു ക്ലെയിമും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ്. ഈ ഒരു ലൈന് നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? എല്ലാം ചെയ്യും, ഇത് പോളിഷ് ഒക്കെ ചെയ്യാണ്ട്. പോളിഷ് ചെയ്താൽ ക്ലിയർ ആവും അല്ലേ? അത് ഓക്കെ. പെയിന്റ് കട്ടായിട്ടില്ല, അതാ ഞാൻ ചോദിച്ചത്. ചെറിയ പെയിന്റ് കട്ടായിട്ടില്ല, പോളിഷ് ചെയ്താൽ പോകും. അതൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ട് നമ്മളൊരു ഡെലിവറി കൊടുക്കുള്ളൂ. പിന്നെ നേരത്തെ കാലത്ത് ചെയ്ത് വെക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് വീണ്ടും പൊടി കയറും. പിന്നെ നേരെ ഓപ്പോസിറ്റ് ഒരു ഫ്ലാറ്റിന്റെ നന്നായിട്ട് പൊടി കയറുന്നുണ്ട്, അതിന്റെ ഒരു മാറ്റം. ഓക്കെ, എന്തായാലും ക്ലീൻ ചെയ്ത് കൈ തരും. അപ്പൊ ഇതിന്റെ പുതിയന്റെ വില, പഴയന്റെ വില, ഇതിന്റെ വില അതല്ല. ഇതിന്റെ പുതിയന്റെ വില പറഞ്ഞു കഴിഞ്ഞാൽ 26 ലക്ഷം രൂപയുണ്ട്. GST കഴിഞ്ഞാൽ അതെ 26 ലക്ഷം രൂപ വരുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ക്യാപ്സ് കാസ് വയ്ക്കുന്നത് 16,75,000 രൂപ. 16,75. ഇത് അന്നിറങ്ങുമ്പോൾ ചിലപ്പോൾ ഇതിനെക്കാട്ട വില ഉണ്ടാവും. ഇപ്പോൾ GST കഴിഞ്ഞാൽ വില ഒന്നുണ്ടാവും ചിലപ്പോൾ, അറിയില്ല, ചിലപ്പോൾ ഇനി 25 കൂടിയോ അറിയില്ല. ഓക്കെ, അപ്പോൾ ലോണ് എത്ര കയറും? ഇതൊക്കെ ഏകദേശം ഒരു ഉറുപ്പ് ഉണ്ടെങ്കിൽ ബാക്കി ലോൺ കയറി പോകും. 1 lakh ഉണ്ടാവും. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് എത്ര ചാൻസ് ഉണ്ട്? മൈലേജ് 12-13, മാക്സിമം പോയ ഒരു 15 വരെയൊക്കെ കിട്ടും. പിന്നെ മെയിൻ്റനൻസ് വളരെ കുറവാണ്, ഒരു 7,000-8,000 മെയിൻ്റനൻസ് എടുക്കും. അടുത്ത വണ്ടിയിലേക്ക് പിന്നെ ക്രെറ്റ KL 53 രജിസ്ട്രേഷൻ. അതെ, വൈറ്റ്. ഇത് പറയുന്ന മുമ്പ് ഒരു കാര്യം പറഞ്ഞേ, നേരത്തെ ടൈഗൂണ് ഞാൻ 22,000 അങ്ങനെ എന്താ കിലോമീറ്റർ പറഞ്ഞ റെഡ് ടൈഗൂണ്, അത് ആക്ച്വലി 18,000 ഓടിയിട്ടുള്ളൂ. അത് സാറല്ലോ 4,000 4,000 ഉള്ളൂ, വലിയ വ്യത്യാസമില്ല. പറഞ്ഞാ അത് കുഴപ്പമില്ല. ഇനി ഈ ക്രെറ്റയുടെ ഡീറ്റെയിൽ 2021 കുറക്കാൻ നിൽക്കണ്ട. ഇല്ല, കറക്റ്റ് പറയാം. അത് ഞാൻ ഇപ്പൊ നോക്കി, ഇതിന്റെ കിലോമീറ്റർ നോക്കി. എന്താ പറയുക, പെട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവും. ആയിക്കോട്ടെ, അതില് പ്രശ്നം വരാം. ഇത് 2021 മോഡല്, പെട്രോള്, മാനുവല്, SX ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള SX പെട്രോൾ മാനുവൽ 2021. സൺറൂഫ്, പുഷ് ബട്ടൺ, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. അലോയ്സും എല്ലാം വരും. കുഴപ്പമില്ലാത്ത ടയേഴ്സും ഉണ്ട്. കിലോമീറ്റർ എത്ര? 49,000. ഓക്കെ, ഇത് കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിൽ വെച്ചിട്ടുള്ളതാണ്. ശരി. അതെ, എത്ര ചോദിക്കുന്നവർ? അവർ ചോദിക്കുന്നത് 12,65,000 രൂപ. SX അല്ല? SX. ഇപ്പോൾ പുതിയ GST കഴിഞ്ഞിട്ട് 18 സംതിങ്. ഓക്കെ, നേരത്തെ പറഞ്ഞ ഏകദേശം 6 ലക്ഷത്തിന്റെ വ്യത്യാസം, 5.5 ഏകദേശം വ്യത്യാസം വന്നു കഴിഞ്ഞു. അപ്പോൾ പാർക്കിംഗ് സെയിലാണ്. കസ്റ്റമറോട് ചോദിച്ചിട്ട് എന്തെങ്കിലും മാറ്റം ഒന്നും കൂടി നോക്കാം. ഓൾറെഡി നമ്മൾ ഈ പറയുന്നൊക്കെ ഇപ്പോൾ പാർക്കിംഗ് സെയിലാണെങ്കിൽ നമ്മൾ കൂട്ടി ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് വിറ്റ് പോയാലേ എന്തെങ്കിലും ബ്രോക്കറേജ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാലും നമുക്ക് കണക്ട് ചെയ്ത് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെ, ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. സെൽറ്റോസ് ബ്ലാക്ക് കളർ ന്യൂ ഷേപ്പ് വണ്ടി, KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. അതെ, എങ്ങനെയാണ് സാർ ഡീറ്റെയിൽ? ഇത് 2023 മോഡല്, 24 മാർച്ചാണ് രജിസ്ട്രേഷൻ വരുന്നത്. പിന്നെ അതായത് 2027 മാർച്ച് വരെ വാറണ്ടി ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ ഡീസൽ IMT HTX. ഡീസൽ IMT HTX ആണ്. ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷൻ. 2023 അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. കിലോമീറ്റർ എത്രയായി? 21,000 കിലോമീറ്റർ. 21. ഓക്കെ, മൈലേജ് ഒരു 18-20 റേഞ്ച് എന്തായാലും ഉണ്ട്. 20 കിട്ടും ഓട്ടോമാറ്റിക് ആയാലും അല്ല? ഓക്കെ, ഓട്ടോമാറ്റിക് ഡീസൽ സെൽറ്റോസ് ആണ്. നല്ല സ്മൂത്ത് ഡ്രൈവും കിട്ടും, നല്ല സുഖമാണ് അല്ലേ? മൈലേജും ഉണ്ട്, എല്ലാ ഫെസിലിറ്റിയും വരും അല്ലേ? അതെ, സീറ്റ് ഇൻലക്ഷൻ ഉണ്ടാവില്ല, അതാണ് ടോപ്പിലേക്ക് പോകുമ്പോൾ എല്ലാ ഫീച്ചേഴ്സും ബാക്കി വരുന്നുണ്ട്. പുഷ് ബട്ടൺ, ടച്ച് സ്ക്രീൻ, അലോയ് വീല്. പിന്നെ ഇപ്പോഴത്തെ GST കഴിഞ്ഞിട്ടുള്ള വില പറഞ്ഞു? GST കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഡീസൽ IMT ഇറങ്ങുന്നില്ല, പെട്രോൾ IMT ഉള്ളത്. ഓക്കെ, ഡീസൽ IMTക്ക് ഇതിപ്പം ലാസ്റ്റ് 24 വന്നുകൊണ്ടിരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,68,000 രൂപ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്യാപ്സ് കാസ് ഒരു കസ്റ്റമർ പാർക്കിംഗ് സെയിൽ വെച്ചിട്ടുള്ളതാണ്. കസ്റ്റമർ ചോദിക്കുന്ന വില പറഞ്ഞാൽ 16,25,000 രൂപ. അതായത് ഏകദേശം ഒരു 4.5 ലക്ഷം റുപ്യൻ്റെ മാറ്റം കസ്റ്റമർ ചോദിക്കുന്നത്. അതിൽ നമുക്ക് ചെറിയ നെഗോസിയേഷൻ ചെയ്യാൻ. 21,000 ഓടിയത്, 24 മോഡൽ, 27 വരെ വാറണ്ടിയിൽ നിൽക്കുകയാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. 4 ലക്ഷത്തിൻ്റെ മാറ്റേ വന്നിട്ടുള്ളൂ. ഈ ആക്ച്വലി സെൽറ്റോസ് ഒക്കെ ഇപ്പോൾ മാർക്കറ്റ് ഡീസൽ IMT ഇല്ല. അപ്പോൾ ഡീസൽ അത്യാവശ്യം മാർക്കറ്റും ഉണ്ട്. കിയ ഓൾറെഡി മാർക്കറ്റ് പിടിച്ചു പോയി, അതിൽ തന്നെ ഡീസലിന് അത്യാവശ്യം മാർക്കറ്റും ഉണ്ട്. അപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഡീസൽ മാനുവൽ ഇപ്പോഴും ഉണ്ട്, മാനുവൽ ഉണ്ട്. IMT ആണ് ഇല്ലാത്തത്, ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ. അതായത് ക്ലച്ച് ഉണ്ടാവില്ല, നമുക്ക് ഗിയർ മാറ്റാം. ആ ഒരു വണ്ടി ഇപ്പൊ ഇറങ്ങുന്നില്ല ഡീസലിൽ. പെട്രോൾ ഇറങ്ങുന്നുള്ളൂ, ഡീസൽ ഇല്ല. ഓക്കെ, ഡീസൽ മാനുവലും ഉണ്ട്. അതെ, ഡീസൽ. അപ്പോൾ താല്പര്യം ഉണ്ടെന്നാലും വിളിക്കാം. ലോൺ ഒരു 15.5 ലക്ഷം കിട്ടും. 15 രൂപ കിട്ടും.
15 രൂപ വരെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. കിയ സെൽട്ടോസ് KL 7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനമാണ്. ഏതാ ഓപ്ഷൻ ഇത്? ഇത് HTX 2023 IMT. നേരത്തെ നമ്മൾ 23-24 IMT കണ്ടു ഡീസൽ. ഇത് 23 ഡീസൽ IMT. 23 ഡീസൽ IMT ആണ് HTX. ടോപ്പിൻ്റെ താഴേക്ക് താഴെ X+ GT ലൈൻ അങ്ങനെയാണ് ഓപ്ഷൻ വരിക. കിലോമീറ്റർ എത്ര ഓടി? ഇത് കിലോമീറ്റർ 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് 2026. പെട്രോളേ? പെട്രോൾ അല്ല, ഡീസൽ. ഡീസൽ IMT അല്ല, സോറി, ഡീസൽ IMT ആണ്. മൈലേജ് ഉണ്ടാവും 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്ന വാഹനം. ഇപ്പോൾ വാറണ്ടി എത്ര വരെ ഉണ്ടാവും? 2026 7 മാസം വരെ വാറണ്ടി ഉണ്ട്. 26 7 മാസം വരെ. ഓക്കെ, പുതിയ വണ്ടി 26 ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, 28 വരെ വാറണ്ടി ഉണ്ട്. 28 വരെ ഉണ്ട്. ഓക്കെ, പുതിയ വണ്ടിക്ക് എത്ര വരുന്നുണ്ട്? പുതിയ വണ്ടിക്ക് റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് ആണ് പറയുന്നത്. ഇപ്പോൾ ഡീസൽ IMT ഇറങ്ങുന്നുണ്ടോ? IMT ഇറങ്ങുന്നുണ്ടോ? ഇപ്പോൾ IMT ഇറങ്ങുന്നുണ്ട്, ഡീസൽ IMT ഇല്ല. ഡീസൽ പെട്രോൾ IMT ഉള്ളൂ. ഡീസൽ മാനുവൽ ഇറങ്ങുന്നുണ്ടല്ലോ. ഡീസൽ മാനുവൽ ഉണ്ട്. ഓക്കെ, അപ്പം ഇത് ഡീസൽ IMT ഇപ്പോൾ വരുന്ന, അതായത് ഇറങ്ങുന്ന സമയത്ത് വരുന്ന റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 20,70,000 രൂപ ഇറങ്ങുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയ ഡീസൽ മാനുവൽ എത്ര വരുന്നുണ്ട് HTX-ന് അറിയോ? ഏകദേശം ആ റേറ്റ് തന്നെയാണ്. ആകെ ഡീസൽ IMT-യും മാനുവലും തമ്മിൽ 30,000 ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, ചെറിയ മാറ്റം വന്നിട്ടുള്ളൂ. ഓക്കെ, ഇതിനിപ്പോൾ എത്ര വയ്ക്കുന്നത്? ഇത് നമ്മൾ 14,90,000 രൂപ. 14,90,000. അതും ഏകദേശം 5 ലക്ഷത്തിൻ്റെ അടുത്ത് മാറ്റം വന്നായിരിക്കും അല്ലേ? 5 കൂടുതൽ. ഓക്കെ, 14,90,000 ആണ്. 2023 2028 വരെ കമ്പനി വാറണ്ടിയുള്ള HTX ഡീസൽ IMT ഗിയർ ബോക്സ് വരുന്ന ഈ ഒരു സെൽട്ടോസ് നിങ്ങൾക്ക് കൊണ്ടുപോകും. നല്ല മൈലേജ് നോക്കി കിടക്കുന്ന ഒരു SUV നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ലോൺ ഒരു 13-14 വരെ കിട്ടും. 13-14 റേഞ്ച് എന്തായാലും ലോൺ കിട്ടും. അങ്ങനെ നമ്മൾ ഇന്നത്തെ അവസാനത്തെ വാഹനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇത്രയും നേരം SUV സെഗ്മെന്റാണ് കണ്ടത്. അവസാനത്തെ ഒരു സെഡാൻ കാറ്റഗറി. ഒറ്റ സെഡാനേ ഉള്ളൂ ഇപ്പോൾ? അല്ല, സെഡാൻ വേറൊരു ഹോണ്ട സിറ്റി ഉണ്ട്. അത് 2017 പെട്രോൾ മാനുവൽ ആണ്, V ഓപ്ഷൻ വരുന്നത്. 17 പെട്രോൾ മാനുവൽ. അത് ആകെ 6,90 റേറ്റ് വരുന്നുള്ളൂ. അത് ശരി. ഓക്കെ, ഓട്ടം കുറവാ? 60,000 കിലോമീറ്റർ. ഇപ്പോൾ 2017 സംബന്ധിച്ചിടത്തോളം കുറവാണല്ലോ കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ വെറ്റസ് KL 35 രജിസ്ട്രേഷൻ ആണ്, പാലാ രജിസ്ട്രേഷൻ. അതെ, ടോപ്പ് എൻ്റെ അല്ല ഇത് ഹൈലൈൻ. ടോപ്പിലേക്ക് പോകുമ്പോൾ 1 ലിറ്റർ എഞ്ചിനാണ് വരിക. ടർബോ. ടോപ്പ് പിന്നെ GT ഉണ്ട് 1.5, അത് വേറെ ഉണ്ട്. ഇതിലേക്ക് വരുമ്പോൾ സൺറൂഫ് ഉണ്ടാവും, സീറ്റ് വെന്റിലേഷൻ വരും. ഓക്കെ, ടോപ്പിലേക്ക് പോകുമ്പോൾ ഇത് രണ്ടുമില്ല. ഏതാ മോഡല്? ഇത് 2022 മോഡൽ ഹൈലൈൻ ആണ്. 2026 വരെ കമ്പനി വാറണ്ടി എല്ലാം ഉണ്ട്, ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. 26 വരെ വാറണ്ടി ഉണ്ട്. എത്ര ഓട്ടം പോയത്? ഇത് 39,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക്. 1 ലിറ്റർ ടർബോ എഞ്ചിനാണ് വരിക. മൈലേജ് ഒരു 15-16 കിട്ടുമോ ലോങ്ങിൽ? 17. സ്ട്രേറ്റ് റോഡ് 15-16-17 റേഞ്ചൊക്കെ സ്ട്രേറ്റ് റോഡ് കിട്ടും. പിന്നെ സിറ്റിയിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ 12-15 ആ റേഞ്ച് എക്സ്പെക്ട് ചെയ്താൽ മതി. ഓക്കെ, ഓട്ടോമാറ്റിക് സെഡാൻ കാറ്റഗറിയാണ്. നല്ല പെർഫോമൻസ്, അതേപോലെ തന്നെ സേഫ്റ്റി, സ്റ്റെബിലിറ്റി എല്ലാം ഉള്ളത്. പിന്നെ മൈലേജും ഉണ്ട്. മൈലേജ് ഉണ്ട്, അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ്. ഇത് പുതിയ വണ്ടിക്ക് ഇപ്പോൾ എത്ര വരുന്നുണ്ട്? ഇതിനിപ്പോൾ പുതിയതിന് 17,44,000. 17,44 പുതിയ 2025 വണ്ടിക്ക് ഇപ്പോഴത്തെ GST കഴിഞ്ഞിട്ടുള്ള വില ഇപ്പോൾ ഈ ഒരു ഹൈലൈന് വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കിന്. അതെ. നിങ്ങൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ 12.5 ലക്ഷം രൂപ. മാറ്റം വരുത്തി കൊടുക്കാവോ? ചെറിയ മാറ്റം വരാം. ഏകദേശം 5 ലക്ഷത്തിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്തായാലും 5 ലക്ഷം രൂപ മാറ്റം ഉണ്ടാവും. ഓക്കെ, വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. പുതിയ വണ്ടിയുടെ വിലയും കൂടി അതാണ് നമ്മൾ എടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. അണ്ടർ വാറണ്ടി തന്നെ നിൽക്കുകയാണ്, കമ്പനി വാറണ്ടിയിൽ. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യണല്ലേ? ഓക്കെ, ഇതിന് ലോൺ കിട്ടൂല? ഒരു 10 ലക്ഷം 12 സുഖമായിട്ട് കിട്ടും. 1 ലാഖ് ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി സുഖമായിട്ട് നമുക്ക് ലോൺ ഇറക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും കോൺടാക്ട് ഡീറ്റെയിൽ വീഡിയോ റൈറ്റ് ടോപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ തന്നെ കമൻസിലേക്ക് പോരട്ടെ. കമൻസിൽ എല്ലാ കമൻസിനും ഇപ്പോൾ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും കമൻസിലേക്ക് വരിക, നമുക്കൊന്ന് ഇൻട്രാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. മനസ്സേ, താങ്ക്സ്.